ഹായ് CUT ആസ്പിറൻസ്. സോ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത ഡേ വന്നെത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ എക്സാം ഡേറ്റിന്റെ കറക്റ്റ് സ്കെഡ്യൂൾ CUT അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ സിറ്റി ഇന്റിമേഷൻ ലിങ്ക് വന്നിട്ടുണ്ട്. സിറ്റി ഇന്റിമേഷൻ ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അല്ല. സിറ്റി ഇന്റിമേഷൻ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള, ദാറ്റ് ഈസ് നിങ്ങളുടെ സബ്ജക്ട് അനുസരിച്ച് അലോട്ട് ചെയ്തിട്ടുള്ള സിറ്റി, അതുപോലെ എവിടെയാണ് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടി വരുന്നത് എന്ന് കാണിക്കുന്ന ഒരു ലിങ്ക് മാത്രമാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രാവൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ദൂരെയാണെങ്കിൽ അതനുസരിച്ചുള്ള ട്രാവൽ പ്ലാനിങ്ങും കാര്യങ്ങളും നടത്തുക എന്നുള്ളതാണ്. സാധാരണ അഡ്മിറ്റ് കാർഡിന് മുമ്പായിട്ടാണ് സിറ്റി ഇന്റിമേഷൻ വരാറുള്ളതാണ്. സിറ്റി ഇന്റിമേഷന് ശേഷമാണ് അഡ്മിറ്റ് കാർഡ് വരിക. സോ അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവുക. CUT.NTA.NIC എന്നാണ് വെബ്സൈറ്റിൽ അഡ്വാൻസ് ഇന്റിമേഷൻ ഓഫ് എക്സാമിനേഷൻ സിറ്റി അലോട്ടഡ് ടു ദ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു PDF പോകും. അവിടെയാണ് നിങ്ങളുടെ ലിങ്ക് ഉള്ളത്. ശ്രദ്ധിക്കുക, അവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. 13 മെയ് 2025 മുതലാണ് CUT എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ജൂൺ 2025 വരെയാണ് CUT എക്സാം ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ടെൻഡേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റുകളിലും ഡേറ്റുകളിലും ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ വരുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർ അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ താഴെ ഒരു ലിങ്ക് ഉണ്ട്, examination-service.nic.in. അതിനൊരു ലിങ്ക് അവരോട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് സിറ്റി ഇന്റിമേഷൻ അറിയാൻ സാധിക്കുക. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റീഡയറക്ട് ചെയ്ത് നിങ്ങളുടെ ലോ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വരുന്ന ഒരു ഇതിലേക്ക് പോകും. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് അഡ്വാൻസ് ഇന്റിമേഷൻ അറിയാൻ സാധിക്കും. ക്യാപ്ചയും അടിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ്, ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് എക്സാം ഉള്ളത് എന്നൊരു ഐഡിയ കിട്ടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 13-ാം തീയതിയാണ് പരീക്ഷയെങ്കിൽ, 13-ാം തീയതി പരീക്ഷയാണെങ്കിൽ ഒരു 4 ദിവസം മുന്നായിട്ടായിരിക്കും അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുക. ഒരു 4 to 2 days അല്ലെങ്കിൽ 4 to 3 days പ്രയർ ആയിട്ടായിരിക്കും അഡ്മിറ്റ് കാർഡ് റിലീസ് ആകുക. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉടൻ തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചാനലിലൂടെ നോട്ടിഫൈ ചെയ്യും. അപ്പൊ ഇനി നമ്മുടെ എക്സാം ടൈം ആയി കഴിഞ്ഞു. എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. സിറ്റി ഇന്റിമേഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അടുത്തൊക്കെ ആണോ എന്നുള്ളതൊക്കെ. സോ താങ്ക് യു സോ മച്ച്. ബൈ.